അപ്പം നമ്മൾ ഡാൻസ് എൻജോയ് ചെയ്തു, പാട്ടായി, ഗെയിമായി. ഇനി അല്പം ചിരിച്ചാലോ? ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ ലെറ്റ്സ് ഇൻവൈറ്റ് രതീഷ് ഫ്രം സോണൽ ഓഫീസ്. രതീഷ് സാർ അവതരിപ്പിക്കാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ സ്റ്റേജിൽ ഞാനൊരു പരിപാടി ചെയ്യുവാണ്. ചെറിയ ചെറിയ വേദികളിൽ ചെറിയ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്ക്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മലയാള സിനിമയിലെ ചില സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണ്, ഒരു ശ്രമമാണ്. എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ഞാനൊരു കൊല്ലംകാരനാണ്. അപ്പോൾ കൊല്ലംകാരുടെ അഭിമാന താരം, നമ്മുടെ എല്ലാം ആക്ഷൻ ഹീറോ, തൃശ്ശൂരിൻ്റെ സ്വന്തം സുരേഷ് ഗോപി. കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ച് ഞാൻ വരും. അന്ന് താൻ ഇതുപോലെ നിന്ന് കൊല വിളിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി നേരിൻ്റെ നേരെ തല കുനിക്കുന്ന നിമിഷങ്ങളാവോ അത്? ജസ്റ്റ് കൗണ്ട് ഡൗൺ ആൻഡ് കൗണ്ട് ഡൗൺ ആൻഡ് കൗണ്ട് ഡൗൺ. ഷിറ്റ്. താങ്ക് യു. അടുത്തതായി എത്തുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടി. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താരിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിനായ പട്ടിണിപ്പാവങ്ങളുടെയും കൂലിത്തല്ലുകാരുടെയും ഇന്ത്യ. നീ പാടിയിറക്കി വിട്ടില്ലേ ആ കുഞ്ഞിരാമനെ പോലെയുള്ള കുട്ടിക്കുരങ്ങന്മാർ ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായ ഇന്ത്യ. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻറ്റിമെൻ്റ് ഉണ്ടാകണം, സെൻറ്റിമീറ്റർ ഉണ്ടാകണം. താങ്ക് യു. അതെന്തുവാ? ഓക്കെ. സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയും വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പത്മശ്രീ ലഫ്റ്റനന്റ് കേണൽ ശ്രീ മോഹൻലാൽ. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കുമ്പോൾ ഒരു മോഹം. എന്താ? ഗ്വാളിയറിലേക്ക് പോകാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി കടന്നു ചെന്നത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ ആഗ്രഹം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്ന് അമ്പയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു അലക്കകിട അലക്കി ഗുരു ഫ്ലാറ്റ്. ഒടുവിൽ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് അവിടുന്ന് യാത്ര തുടർന്നു. ഒരിക്കലും തീരാത്ത പ്രഭാതം. സബ്രോഗി ജിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. താങ്ക് യു. പക്ഷെ വലിയ ഡയലോഗായിപ്പോയി, ക്ഷമിക്കണം. അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. അമ്മയുടെ മകൻ ബാംബേക്ക് പോവുകയാണ്. അവിടെയുള്ള നിശാ ക്ലബ്ബുകളിൽ എൻ്റെ ശരീരം വിട്ടിട്ടാണെങ്കിലും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കിയിരിക്കും. അമ്മി പോകുന്നതിന് മുന്നേ കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കൂ അമ്മി. അമ്മി ഒരിക്കൽ കൂടി പറയുകയാണ്, കണ്ണു തുറക്കൂ അമ്മി. അമ്മി ഞാൻ അവസാനമായി പറയുകയാണ്, അമ്മ കണ്ണു തുറക്കുന്നു, അതും ഞാൻ ചവിട്ടി തുറക്കണോ?
ഞാനൊരു അല്പം വെള്ളം കുടിക്കുവാണേ. സോറി. അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ അഭിനയ കുലപതി എന്നറിയപ്പെട്ടിരുന്ന ശ്രീ സത്യൻ. തമ്പി മുതലാളി, എടോ തമ്പി മുതലാളി, പുറത്തേക്ക് ഇറങ്ങി വാടോ. തനിക്ക് എന്നെ മനസ്സിലായോടോ? എങ്ങനെ മനസ്സിലാവും? തൻ്റെ മൂന്നാറിലെ എസ്റ്റേറ്റിൽ ജോലിക്ക് നിന്നിരുന്ന ശാന്തി ഓർമ്മയുണ്ടോ? എൻ്റെ ഭാര്യ. അവളുടെ മാനത്തിന് താൻ വില പറഞ്ഞെന്ന് കേട്ടു. ചോദിക്കാനും പറയാനും ആരും ഇല്ലയെന്ന് കരുതിയോടോ? തന്നോട് പ്രതികാരം ചെയ്യാനാ ഞാൻ വന്നേക്കുന്നേ. താങ്ക് യു. അടുത്തതായി എത്തുന്നു നമ്മുടെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ ശ്രീ ജയൻ. What did you say? Because maybe we are poor, trolley pullers, coolies, but we are not beggars. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. താങ്ക് യു. നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഇപ്പോൾ 90കളിൽ എത്തി നിൽക്കുന്ന പഴയ ഭാബ അഭിനയ ചക്രവർത്തി ശ്രീ മധു. ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞു, ഞാൻ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ എന്ന്. ഞാൻ പലരോടും ചോദിച്ചു. എല്ലാവരും പറഞ്ഞു 80 വരെ കാണുള്ളൂ എന്ന്. അങ്ങനെ കയ്യിലുള്ളതെല്ലാം വിറ്റുപിറക്കി. കയ്യിലുണ്ടായിരുന്ന ഒരു അംബാസഡർ കാർ അതും കൊടുത്തു. ഞാനങ്ങ് ജീവിച്ചു. ഇപ്പോൾ വയസ്സ് 80 കഴിഞ്ഞ് 90ആയി. ഞാനൊട്ട് ചേർന്നുമില്ല. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. വില്ലനായി തുടങ്ങി കോമഡി വേഷങ്ങളും സീരിയസ് വേഷങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത ഒരു നടനാണ് ശ്രീ ജനാർദ്ദനൻ. ജനാർദ്ദനൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എട്ടപ്പെട്ടു തോഴാഷ്, താനെന്തൊക്കെയാണോ ഈ പറയുന്നേ? അടിച്ചൊടിക്കടാ അവൻ്റെ കാല്. എൻ്റെ കാലല്ലടാ, അവരുടെ കാല്. നിന്നെയൊക്കെ തീറ്റിപ്പോട്ടുന്നത് എൻ്റെ വേണം തല്ലാൻ. തല്ലല്ലേടാ പന്തി. കുറച്ച് ബാസ് കൂടുതലാണ്. എനിവേ, അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സുന്ദരനായ വില്ലൻ, പഴയകാല നടിമാരുടെയൊക്കെ പേടി സ്വപ്നം ശ്രീ KP ഉമ്മർ. മൂളി ശോഭി, നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ഈ വാങ്ങി തരും. അതല്ല, എന്നെ ധിക്കരിക്കാനാണ് നിന്റെ പോകുമെങ്കിൽ നിന്നെ ഞാൻ ബാലകലോത്സവം ചെയ്ത് കളയും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഓർമ്മയിരിക്കട്ടെ. അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ശ്രീ കൊച്ചിൻ ഹനീഫ. സാറേ, ഇത് ഞാനാ ഹൈദ്രോസ. സാറിനെ പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടാറുള്ളത്. എന്താ പഠിച്ചോ? ടിക്കറി 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 പട്ടാളം, ടൊപ്പക്ക് 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 പട്ടാളം. എഗ്രട്ടെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹോംവർക്ക് ചെയ്ത് പഠിച്ചതാ.
നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മറ്റൊരു ഭാവാഭിനയ നടനാണ് ശ്രീ ലാലു അലക്സ്. ലാലു അലക്സും നമ്മുടെ മുന്നിലേക്ക് വരുന്നു. പേഴ്സണലായിട്ട് പറയുക, നീ എൻ്റെ അമ്മച്ചിയെ തല്ലേ, തിരിച്ചു തല്ലാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. വിത്തിൻ 24 hours 25 minutes എൻ്റെ അമ്മച്ചിയെ തല്ലേൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ദിസ് ഈസ് ആൻ ഓർഡർ. യു മസ്റ്റ് ഹാവ് ടു ഒബേ ദാറ്റ്. ഓക്കെ. സിനിമയിൽ തുടങ്ങി കഥാപ്രസംഗ വേദിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വളരെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു അഡ്ജസ്റ്റ് ചെയ്യുവാണോ? ഓക്കെ. വളരെ ഫേമസ് ആയ ഒരു ഖാദികൻ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ, ശ്രീ സാംബശിവൻ. സാംബശിവൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയ കലാസ്നേഹികളെ, അതങ്ങോട്ട് നോക്കൂ. വലിയൊരു കൃഷിക്ക് തെങ്ങ് പാർക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ വരുമാനക്കുള്ളിൽ വളഞ്ഞുപൊഴിച്ചു പോകുന്നൊരു ഒറ്റയടിപ്പാത. ആ പാത എന്ന് അവസാനിക്കുന്നതോ ഒരു കൊച്ചു കുടലിന് മുന്നിൽ. അതാ നമ്മുടെ കഥാനായിക ശോഭ. അവൾ മന്ദം മന്ദം പുറത്തേക്ക് വരികയായി. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു, ശ്രീ അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ UDF ഭരണം എന്തു ചെയ്തു? ഉണ്ട ചെയ്തു. ഇന്ത്യയിലെ അതുല്യ നടനും ബോളിവുഡിൻ്റെ മെഗാ താരവുമായ ശ്രീ അമിതാഭ് ബച്ചൻ ഒരു ശ്രമമാണ്. नमस्कार भाइयों और बहनों, देखिए मैं ज्ञानी नहीं हूँ, लेकिन ज्ञान से प्रेम जरूर करता हूँ. मैं एक साइंटिस्ट भी नहीं हूँ, लेकिन मैं लाइफ में एक्सपेरिमेंट ज़रूर करता हूँ. मेरे विचार एप्रीहेंशन से नहीं, ऑब्जर्वेशन से बनते हैं. मेरा ये मानना है कि ज़िंदगी में धन, दौलत, पावर ये सब कोई मायने नहीं रखते हैं. मायने रखते हैं शिक्षा, एजुकेशन. एजुकेशन इज़ द अल्टीमेट पावर. ശരിയായില്ല എന്ന് നിങ്ങളുടെ കൈയ്യടി കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. 2 ദിവസമായിട്ടൊന്ന് ട്രൈ ചെയ്തതായിരുന്നു. എനിവേ, ചില സമയത്ത് വരത്തുള്ളൂ. അടുത്തതായി അതിൻ്റെ അവസാനമായി നമ്മളെയെല്ലാം ക്രിക്കറ്റ് കളിയോട് അടുപ്പിച്ച ഒരു താരമായിരുന്നു ശ്രീ സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മൾ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയ സമയത്ത് മിക്ക കളികളിലും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് മറ്റാരും ആവില്ല, സച്ചിൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഒരു ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞു. കമൻറ്റേറ്ററും സച്ചിനുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ, പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സെറമണി. Welcome to today's match. Today's match, Sachin Tendulkar. Sachin, what about your innings? Well, the pitch was a nice batting pitch. The ball is really coming onto the pad, and everything came in my way. The rest is what you had seen over there. Because Sachin, do you remember the first time when you went against England in 1992 World Cup? Okay, well, the first time when I went to bat in England, there were 7 kids around me, trying to disturb my confidence and get me out. But this time, I do want to miss it. Thank you. താങ്ക് യു.
അപ്പോൾ ഇതോടെ ഇവിടെ കഴിയുകയാണ്. തെറ്റുണ്ടായെന്ന് എനിക്ക് തന്നെ അറിയാം. എല്ലാം കേട്ട് സഹിച്ചിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. മാത്രമല്ല മിമിക്രിയും തൻ്റെ കയ്യിൽ സെക്യൂർ ആണെന്ന് നമ്മുടെ രതീഷ് സാർ തെളിയിച്ചിരിക്കുകയാണ്. സാർ, ഓൾ ദ ബെസ്റ്റ് സാർ, കീപ് ഗോയിങ്.